പ്രതീക്ഷേ, എനിക്ക് വൈകിടേ നടക്കായി. നമുക്ക് ഇവിടെ ഇരിക്കാം. എന്റെ പൊന്നുകളി, ഞാൻ പറഞ്ഞു കേക്ക്. ഓരോ നിമിഷവും നമുക്ക് വേണ്ടപ്പെട്ട എത്രയും പെട്ടെന്ന് പുള്ളിക്കാരി കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞത് മനസ്സിലാക്കുക. പിന്നെ നടന്നോണ്ട് പ്ലാൻ ചെയ്യാം. സപ്പോസ് പ്ലാൻ ബി ആയിട്ട് നീ കണ്ടാ മതി. നമ്മൾ അവിടെ പോയിട്ട് അവളെ കണ്ടില്ലെങ്കിൽ എന്താണ് അടുത്ത പ്ലാൻ? പ്ലാൻ ബി എന്ന് പറഞ്ഞൊരു പരിപാടി ഇല്ലടിയാ. പ്ലാൻ എ അത് മാത്രമേ ഉള്ളൂ. അത് ഫിക്സ്ഡാ. അവളെ കണ്ടെത്തുന്നു, എന്റെ പാസ്പോർട്ട് എടുക്കുന്നു, ഞാൻ വിദേശത്തൊക്കെ കിടക്കുന്നു. ഒന്ന് സുഹൃത്തെ, അവള് വീട്ടിലില്ല, അവള് ചന്തയിലില്ല, അവളെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. പിന്നെ നമ്മൾ എങ്ങനെ കണക്ട് ചെയ്യുമെന്നാ പറയുന്നത്? ഒരു കാര്യം ചെയ്യാം, നമുക്ക് അവളുടെ ഹസ്ബൻഡിനെ സ്കെച്ച് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം, മുത്തോണ്ണെ വിളി. മുത്തോണ്ണ എന്തിനാ ഇപ്പൊ വിളിക്കുന്നേ? അവളുടെ ഭർത്താവ് നമ്പർ വേണ്ടേ? മുത്തോണ്ണ വിചാരിച്ചല്ലേ നടക്കുള്ളൂ. ഓക്കെ, നീ ഇത് നേരത്തെ പറഞ്ഞത്. സമയമുണ്ട് എന്നല്ലേ പറയാൻ പറ്റും. അയാള് കട്ട് ചെയ്യുന്നടാ. കട്ട് ചെയ്യും, എനിക്കത് കറക്റ്റ് അറിയാം അങ്ങനെ സ്വഭാവം. ഇനിയിപ്പം വേറൊരു വഴിയേ ഉള്ളൂ. എന്ത് വഴി? നമുക്ക് സ്റ്റേഷനിൽ പോവാം. എടാ പോടാ, സ്റ്റേഷനിൽ പോകുന്ന പരിപാടി നടക്കുന്ന കാര്യമല്ല. അമ്മമാരെ കൊണ്ടൊന്നും നടക്കത്തില്ല. എനിക്കറിയാവുന്ന പോലീസുകാരെ കൊണ്ടൊന്നും നടക്കത്തില്ല. അയ്യോ, പരാതി കൊടുക്കാൻ വേണ്ടിയല്ല. പിന്നെ അതായത് ഈ ജയിലിൽ നിന്ന് ഇറങ്ങുന്നവന്മാര് സാധാരണ ഈ സ്റ്റേഷനിലുള്ള അവിടെ വന്ന് ഒപ്പിടണം. അങ്ങനെ അവന്റെ നിയറസ്റ്റ് ജൂറിസ്ഡിക്ഷൻ എവിടെയാണ് അവിടെ പോയി നമുക്ക് അന്വേഷിക്കാം. അപ്പൊ അവനെ കുറിച്ച് കൂടുതൽ അറിയത്തില്ലേ? ജൂറിസ്ഡിക്ഷൻ സ്റ്റേഷൻ പരിധിയുടെ സ്റ്റേഷൻ പരിധിപ്പോ. എടാ നീ തന്നെ നേരത്തെ പറയുന്നേ. ദിസ് ഈസ് എസ്കേ ബുദ്ധി. എസ്കേ ബുദ്ധി. വാ, നിയറസ്റ്റ് പോലീസ് സ്റ്റേഷൻ. നമുക്കൊരു ഓട്ടോ വിളിച്ച് പോയപ്പോരെ? ഇല്ല, നടന്നു പോകാനേ പറ്റൂ. എനിക്ക് വയ്യ. വാ 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 വാ. നല്ല ഐഡിയ പറഞ്ഞു കൊടുത്താലും നടക്കല്ലോ ദൈവമേ. ആഹാ, മോളെ തന്നെ ഒരുങ്ങിയാ? ഞാൻ അച്ഛനെ കഷ്ടപ്പെടുത്താന്ന് വിചാരിച്ചു. അച്ചോടാ, നോക്കെങ്കിലും ആ വിചാരം തോന്നിയല്ല. അച്ഛൻ ശരിക്കും അമ്മ മിസ് ചെയ്യുന്നുണ്ടല്ലേ? ചില കാര്യങ്ങളില് ചിലതൊക്കെ അവളുണ്ടെങ്കിൽ അങ്ങ് നടന്നു പോവരുത്. അപ്പൊ അമ്മ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. അയ്യടാ, അങ്ങനെ ഞാൻ തോറ്റു കൊടുക്കുകയൊന്നുമില്ല. ഇതൊക്കെ കുറച്ചു ദിവസം കൂടെ ശീലമായാ ഞാൻ ഇതിലങ്ങ് എക്സ്പേർട്ട് ആവും. പിന്നെ നിന്റെ അമ്മയുടെ ആവശ്യമൊന്നുമില്ല. പിങ്കി, നീ ഇതുവരെ റെഡി ആയില്ലേ? ഇന്നലെ കൂടെ ടീച്ചർ വിളിച്ച് പറഞ്ഞതേ ഉള്ളൂ നീ ഇപ്പോ ഭയങ്കര ലേറ്റാ സ്കൂളിൽ വരുന്നതെന്ന്. മുടിയൊക്കെ ശരിക്ക് കെട്ടിക്കേ. കെട്ടി. ബുക്സ് ഒക്കെ ടൈം ടേബിൾ അനുസരിച്ചല്ലേ വെച്ചേക്കുന്നേ? ഇതൊക്കെ എന്താ ഇവിടെ കിടക്കുന്നത്? അത് വേണ്ടാത്തതാ. നീ വല്ലതും കഴിച്ചോ? കഴിച്ചില്ലേ? റെഡിയാവും, കഴിക്കാം. സമയം പോണം. എന്താ സംഭവം? എന്താ സംഭവം പോലും? ഒരു 8 വയസ്സായ കുഞ്ഞിന്റെ കാര്യങ്ങൾ പോലും നേരം വണ്ണം നോക്കാനുള്ള കഴിവ് നിങ്ങൾക്കില്ല. എന്നിട്ടും ബാക്കിയുള്ളവരെ കുറ്റം പറയാൻ ഭയങ്കര നാവാ. നീ ഇപ്പൊ എന്തിനാണ് ഇങ്ങോട്ട് കയറി വന്നത്? പിന്നെ ഞാൻ എന്നേക്കായിട്ട് ഇവിടെ നിന്ന് പോയതാന്ന് വിചാരിച്ചോ? ഒരു 2 ദിവസം വീട്ടിൽ നിന്ന് മാറി നിൽക്കണം തോന്നി. അപ്പോഴത്തേക്ക് കൊച്ചിന്റെ കോലം കണ്ടില്ലേ? പ്രശ്നപ്പെട്ട നിങ്ങൾക്ക് പുറത്തുനിന്നെങ്കിലും കൊച്ചിനൊരു ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കായിരുന്നില്ലേ? എടി, അവക്ക് കഴിക്കാനുള്ളതൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ എന്തിനാ ഞാൻ പുറത്തൊന്ന് വാങ്ങിച്ചു കൊടുക്കണം? കണ്ടാ മതി കൊച്ചിന്റെ കോലം. എന്ത് കോലം അവക്ക്? കൊച്ചാകെ വല്ലാതായി. ഇപ്പോഴെങ്കിലും മനസ്സിലാക്കണം, ഒരമ്മ കുഞ്ഞുങ്ങളെ നോക്കുന്നത് പോലെ ഒരു അച്ഛനെ കൊണ്ട് പറ്റത്തില്ല എന്ന്. മോളെ, നീ യൂണിഫോം ഒക്കെ തേച്ചാ? ഇല്ലമ്മ. അതിന് മാർക്സ് ഉണ്ടെന്നുള്ളത് നീ അച്ഛനോട് പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞതാ അമ്മ. അപ്പൊ അച്ഛൻ പറയല്ലേ തൽക്കാലം അതിന്റെ മാർക്സ് ഒന്നും വേണ്ടെന്ന്. ഇതാണ് ഞാനൊന്നും ഇല്ലാതെ പോയപ്പോഴത്തേക്കും ഇവിടെ അച്ഛൻ പറയുന്നതാണല്ലോ എല്ലാ നിയമം. ഇതിപ്പോ ഞാനാണ് പറഞ്ഞെന്നുണ്ടായിരുന്നെങ്കിൽ എനിക്ക് 100 കുറ്റങ്ങളായേനെ. അങ്ങനെയൊന്നും പറയണ്ട, എനിക്ക് നോക്കാനൊക്കെ അറിയാം. നോക്കിയത് ഞാൻ കണ്ടു. വന്നേ, ഭക്ഷണം കഴിക്കാം. ഇതിപ്പോ ഞാനാണ് 2 ദിവസം മാറിയെന്ന്, അവളാണ് 2 ദിവസം മാറിയെന്ന്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.